ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായ ചില സത്യങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതെ ഈ പേഴ്സൺ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾക്കത് എന്താണ് എന്ന് നോക്കുന്നതാണ്, റിവീൽ ചെയ്യുന്നതാണ് ഈ ഒരു റീഡിങ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് കാണാം. മനസ്സിൽ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. നർച്ചറിങ്, കമ്പാഷൻ ആൻഡ് ഗ്രേസ് ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ കുറച്ചും കൂടി ഒരു അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അമ്മയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അമ്മയുടെ സപ്പോർട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത് അമ്മയായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പേഴ്സൺ ഇത്രയും കാലം അമ്മയിൽ നിന്നും ഒരു സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു സപ്പോർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അമ്മയുടെ സ്നേഹം കൊണ്ടുവരുന്നതായിട്ട്, അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം മാതൃസ്നേഹം അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു സപ്പോർട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ റെസ്ക്യൂ ആണ്. അതായത് ഈ പേഴ്സണ് പറ്റാത്ത ചില കാര്യങ്ങൾ ഈ പേഴ്സൺ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. അതായത് പറ്റാത്ത ചില കാര്യങ്ങൾ, അതായത് ഇപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പറ്റാത്ത ചില കാര്യങ്ങൾ ചിലവർ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം, ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നിന്നും വളരെ ബുദ്ധിപൂർവം, തന്ത്രപൂർവം ഈ വ്യക്തി അതിൽ നിന്നുമൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, രക്ഷപ്പെടാനുള്ള എന്തൊക്കെയോ കച്ചിത്തുരുമ്പകൾ ഈ വ്യക്തിക്ക് കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ കച്ചിത്തുരുമ്പുകൾ, അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് കാണിക്കുന്നത്. എന്തോ ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് റെസ്ക്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു പെൺകുട്ടി, ഒരു വ്യക്തി ഇവിടെ ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് പാതിയും നശിഞ്ഞിരിക്കുന്ന ഒരു ഇതാണ്, ഒരു കെട്ടിടമാണ്. സോ അതില് വേറൊരാൾ സഹായിക്കാൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ റെസ്ക്യൂ ആണ്, രക്ഷപ്പെടുത്താനായിട്ട് ആരൊക്കെയോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഹണിമൂൺ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ മേ ബി ഒരു ബ്രേക്ക് ടൈമിലായിരിക്കാം. അതായത് ഇപ്പോൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാകാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ, അതായത് നിങ്ങളുമായിട്ട് സമയം ചെലവഴിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ധൃതി പിടിച്ച് എന്താ പറയാ, പല കാര്യങ്ങളിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ചിലപ്പോ ഒറ്റപ്പെട്ടായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നുണ്ടാവുന്നത്. അതുകൊണ്ട് ആ ഒരു ഒറ്റപ്പെടല് എന്താ പറയാ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സമയവും കൂടെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട്, തൊണ്ട ഉണങ്ങി പോണോണ്ടാണ്. നെക്സ്റ്റ് തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ ഒരുപാട് തരത്തിലുള്ള ബന്ധമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് അകൽച്ചയിലാകാനുള്ള ഒരു കാരണക്കാരൻ, പ്രധാനപ്പെട്ടതായി ഒരു കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി
ആയിട്ടാണ് നമുക്ക് ഈ ഒരു തേർഡ് പാർട്ടീനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആശ്രയം എന്ന് പറയുന്നത് പിന്നീട് ഭയങ്കരമായിട്ടുള്ള ഒരു വയ്യാവേലി ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരു വയ്യാവേലി ആവുക, അല്ലെങ്കിൽ വയ്യാവേലി ആവുക, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി മാറുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ ആ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് ഈ പേഴ്സണ് നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് നിങ്ങളോട് പറയണം, അല്ലെങ്കിൽ നിങ്ങളോട് പറയണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തേർഡ് പാർട്ടിയുടെ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അവര് നിങ്ങളെയും ഈ പേഴ്സണെയും തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, തേർഡ് പാർട്ടിയുടെ പദ്ധതികളായിരിക്കാം, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം ഈ വ്യക്തിക്ക് അത് അങ്ങനെ ചെയ്യേണ്ടി വന്നു, സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് വേണ്ടായിരുന്നു. കാരണം അത് തനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല, തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം തനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, സീക്രറ്റ്സ് ആണ്. കുറെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ, നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞതും കണ്ടതും മാത്രമല്ല, കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ അത് മാത്രമല്ല, അത് മാത്രമല്ല എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ആ ഒരു തേർഡ് പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഓവറോൾ എനർജീസ് കരിയർ ആണ്. അപ്പോൾ കരിയർ ആണ് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഈ പേഴ്സണ് നിൽക്കുന്നത്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകാം കാര്യങ്ങളൊക്കെ മര്യാദക്കാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുക, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ കരിയർ വൈസ് ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഈ മറ്റുള്ളവരെ, അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ വന്നിട്ടുള്ള മൂന്നാമതൊരു വ്യക്തിനെ ഈ പേഴ്സൺ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു കരിയർ പരമായിട്ടുള്ള എനർജിയാണ്. അതിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. സോ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പം ഈ പേഴ്സൺ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ ഈ പേഴ്സണ് വാർണിംഗ് കൊടുത്തിട്ടുണ്ടാകാം ഇത് ശരിയാകില്ല എന്ന്. പക്ഷേ ഈ പേഴ്സൺ അതൊന്നും കേൾക്കാതെ സേഫ് സോണിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി, അല്ലെങ്കിൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടി എന്നുള്ളതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കരിയർ പരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ പേഴ്സൺ സ്റ്റക്നെസ് അനുഭവിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നല്ലൊരു ജോലിയും വരുമാനം ഈ പേഴ്സൺ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു കരിയർ പരമായിട്ട് എന്തെങ്കിലും സ്റ്റക്നെസ്സിലായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ പേഴ്സൺ അലട്ടുന്നുണ്ടാകാം. പക്ഷെ കരിയർ വൈസ് ആയിട്ടാണ് കാണിക്കുന്നത്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സാമ്പത്തികപരമായിട്ടും ജോലി സംബന്ധമായിട്ടൊക്കെ എന്തൊക്കെയോ സ്റ്റക്നെസ് ഈ പേഴ്സൺ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതും അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന പലതരത്തിലുള്ള സത്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും കാലം കണ്ടതും കേട്ടതും മാത്രമല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ഒരുപാട് അറിയാനുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കൊരു സപ്പോർട്ടീവ് എനർജി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിലുണ്ട്. സോ ഈ റിലേഷൻഷിപ്പ് തകർത്തെറിയുവാൻ വേണ്ടി വേറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്.
അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് ഇവിടെ ഇപ്പോൾ സപ്പോർട്ടീവായിട്ട് അമ്മയുടെ എനർജി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഈ റീഡിങ്ങിന്റെ തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.